ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന്റെ ഔദ്യോഗിക ജീവിതം സുതാര്യമാണെന്നൊക്കെ നാലാളിന്റെ മുൻപിൽ പറയാം. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അല്പം പ്രയാസമാണ് മാഡം. മാഡത്തിന്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ ഈ കവറിൽ എന്താണെന്ന് മാഡത്തിന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം. വാമേ പതുക്കെ. ആ പറടാ. അച്ഛനെ ആശൻ ഫ്രീ ആയോ? എടാ എന്തിനാടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? എടാ ഡ്യൂട്ടി കഴിഞ്ഞാലേ ഫ്രീ ആവുള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാം. ആ എന്നാ പിന്നെ ആശൻ ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി. ആ ആ ഹലോ ഹലോ സാറേ, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളുടെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ വന്ന ആളെ കൈയോടെ പൊക്കാം. ഇനിയിപ്പോ വരുമ്പോ കൊടുക്കാം. ഡ്രൈവർ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് കളക്ടറുടെ ഭർത്താവിന് തന്നെയാണെന്നേ. ഇനിയിപ്പോ സീറ്റിൽ വെച്ചിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോകണ്ട. ഭാര്യയും ഭർത്താവും കൂടി ജനങ്ങളെ കൊള്ളയടിച്ച് മാക്സിമം ഉണ്ടാക്കുക. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്നാ പിന്നെ പെട്ടെന്ന് വരില്ലേ? ഞങ്ങളിതേ ഉടനെ എത്താം. ദേ എത്തി. എടി ശാലി, നീ എത്രയൊക്കെ വന്നാലും എന്ത് പുപ്പുലിയാണെന്ന് പറഞ്ഞാലും നീ വേറൊരു പെണ്ണാടി. ഏതെങ്കിലും ഒരു ആണ് ചവിട്ടി അരച്ചാൽ ചമ്മന്തി പരുവാകുന്ന പെണ്ണ. കളക്ടറുടെ ഡ്രൈവറാണോ? ആ അതെ. ഞങ്ങളെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് വരിക. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾക്ക് ഈ കാർ ഒന്ന് പരിശോധിക്കണം. അല്ല, കാറ് പരിശോധിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ മാഡത്തിന്റെ അനുമതി വേണം. ഞങ്ങൾക്ക് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അല്ല, അതൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലത് കാണിക്കാനുള്ള അധികാരവും വേണം. പക്ഷെ അത് കിട്ടാതെ പരിശോധിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇയാളെ പിടിച്ച് മാറ്റണം. എന്നിട്ട് കാർ പരിശോധിക്കാം. വിട് സാറേ, വിട് സാറേ. എന്താ ഇവിടെ? കയ്യിന്ന് വിടാനല്ലേ പറഞ്ഞേ? എന്താ ഇവിടെ എന്നല്ലേ ചോദിച്ചത്? കളക്ടർ ഡ്രൈവറെ വെച്ച് പണപ്പെരുവ് നടത്തുന്നുവെന്ന് രഹസ്യ വിവരം കിട്ടിയിട്ട് വന്നതാ. ഞങ്ങളുടെ ജോലിക്ക് തടസ്സം നിന്നാൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകും. വിഷ്ണുട്ടാ, അവര് പരിശോധിക്കട്ടെ. കൈക്കൂലി വാങ്ങിച്ചും സർക്കാരിനെ വെട്ടിച്ചും ജീവിക്കുന്നവര് പലരുണ്ട് നമുക്ക് ചുറ്റും. ആ കൂട്ടത്തിലേക്ക് ശാലിനി വിഷ്ണുവിനെ പെടുത്തണ്ട. എന്റെ ഔദ്യോഗിക ജീവിതം സുതാര്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് പരിശോധിക്കാം. ഈ പറയുന്നതിൽ നിന്നും എന്തെങ്കിലും വിരുദ്ധമായി കണ്ട എന്ത് നിയമ നടപടിയും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതുമാണ്. പരിശോധിച്ചോളൂ. നോക്കാം.
സാർ ഇവിടുന്ന് ഒരു കവർ കിട്ടിയിട്ടുണ്ട്. എന്താ ഇത്? പറയണം. ഈ കാറിനകത്ത് നിന്നാ ഇത് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് പറയണം. ഈ കാറ് മാഡം ഉപയോഗിക്കുന്ന കാറല്ലേ? നിങ്ങൾ ഡ്രൈവറും. അപ്പോൾ തീർച്ചയായും ഇതിൽ എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അത് വിഷ്ണുട്ടാ, എന്താ ഇത്? മാഡത്തിന്റെ ഔദ്യോഗിക ജീവിതം സുതാര്യമാണെന്നൊക്കെ നാലാളിന്റെ മുൻപിൽ പറയാം. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അല്പം പ്രയാസമാണ് മാഡം. മാഡത്തിന്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ ഈ കവറിൽ എന്താണെന്ന് മാഡത്തിന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം. അയ്യോ സാറേ, ഞാനത് പറയാൻ മറന്നു. അച്ഛന്റെ മുട്ടുവേദനയ്ക്കുള്ള തൈലം അത്. എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും താങ്ക്സ് ഉണ്ട് ഇത് ഓർമ്മിപ്പിച്ചേനെ. ഇങ്ങ് വന്നോളൂ. ഇന്നെന്തായാലും ഇത് കാണുമ്പോ അച്ഛന്റെ വഴക്ക് ഉറപ്പാ. എന്തായാലും ഇന്ന് തന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കണം. അല്ല, കവറോടെയും തരുന്നു പൊതിഞ്ഞേക്കാൻ. സോറി മാഡം, ഞങ്ങൾക്ക് കിട്ടിയത് തെറ്റായ ഇൻഫർമേഷനാ. ഐ ആം വെരി സോറി. ഇൻഫർമേഷനൊക്കെ ശരിയായിരുന്നു സാറേ, പക്ഷേ ആള് മാറിപ്പോയി. കറക്റ്റ് ആയിട്ടുള്ള ആളെ കാണിച്ചെന്നാ സാർ അറസ്റ്റ് ചെയ്യോ? എന്താ സംശയം? പക്ഷെ തെളിവ് വേണം. കറക്റ്റ് ആയിട്ടുള്ള തെളിവ് വരാൻ ഇവിടെ കൈക്കൂലി വാങ്ങിക്കുന്ന ഏക ഒരാളെന്ന് പറഞ്ഞാ ദേ ആ നിൽക്കുന്ന ADA ജോൺ അബ്രാം സാറാ. വെറുതെ അനാവശ്യം പറയരുത്. തെളിവുണ്ട് സാറേ. സാറുമാരിപ്പ എന്റെ കൂടെ വന്ന കൈയോടെ ഞാൻ പിടിച്ചുതരാം.